എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പേടി തോന്നാത്തവരായിട്ട് നമ്മളിൽ ആരുമുണ്ടാവില്ല, അല്ലേ? ശരിക്കും നമ്മുടെ നെഞ്ചിലൊരു ഭാരം പോലെയാണ് ആ ഒരു ഫീല്. പക്ഷേ ആ ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു സന്ദേശത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞാലേ, ജീവിതത്തിൽ ഭയമെന്നത് ഒരിക്കലും തീരാത്തൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ, ഇനി അതൊന്നുമല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്തൊരവസ്ഥ വന്നാൽ, അങ്ങനെ പല പല രൂപത്തിൽ ഭയം നമ്മളെ പിടികൂടും. ഇത് വളരെ സാധാരണമായ ഒരു മനുഷ്യാനുഭവമാണ്. എന്നാൽ ഈ ഭയങ്ങൾക്കെല്ലാമുള്ള നേരിട്ടുള്ള ഒരു മറുപടിയാണ് യെശയ്യാ 41:10 ദൈവം വളരെ വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയാകുന്നു എന്നത് വെറുമൊരു വാഗ്ദാനമല്ല, അത് ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിന്റെ ഉറപ്പാണ്. അപ്പോ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നും. ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നവും വരില്ലെന്നാണോ? ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെയൊരു ജീവിതമാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലേ? ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ദൈവം ഒരിക്കലും നിനക്കൊരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്താ പറഞ്ഞത്? നിനക്ക് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന്റെ നടുക്ക് ഞാൻ കൂടെയുണ്ടാകുമെന്നാണ്. അതാണ് ഈ വാഗ്ദാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. കഷ്ടതകൾ ഇല്ലാതാകുമെന്നല്ല, കഷ്ടതകളുടെ നടുവിൽ അവന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഉറപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവം എവിടെയോ ദൂരെ ആകാശത്തിരുന്ന് നമ്മളെ നോക്കുന്ന ഒരാളല്ല, മറിച്ച് നമ്മുടെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നടക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയാണ്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് മോശയുടെ ജീവിതം. പുറപ്പാട് പുസ്തകം 33:14 നമ്മളിത് കാണുന്നുണ്ട്. ഒരു വലിയ ജനതയെ മുഴുവൻ നയിക്കാനുള്ള ആ വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാരം കാരണം മോശെ ശരിക്കും ഭയപ്പെട്ടു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം വരും, ഞാൻ നിനക്ക് വിശ്രമം നൽകും. ആ സാന്നിധ്യം, അത് തന്നെയാണ് യഥാർത്ഥ സമാധാനം നൽകുന്നത്. ഈ ഒരൊറ്റ ഉറപ്പ് മോശയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യോശുവയ്ക്കും ദൈവം നൽകുന്നുണ്ട്. യോശുവ 9 നമ്മൾ വായിക്കുന്നു, ആ വലിയ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്ന യോശുവയോട് ദൈവം പറയുകയാണ്, ധൈര്യമായിരിക്ക്, ഭയപ്പെടണ്ട, കാരണം നീ എവിടേക്കേ പോകുന്നുവോ അവിടെയെല്ലാം നിന്റെ ദൈവമായ ഞാൻ നിന്നോടു കൂടെയുണ്ട്. അപ്പോ നീ പോകുന്നിടത്തെല്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങൾ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ, എന്തിന് ഒരു രോഗക്കിടക്കയിൽ ഒറ്റയ്ക്ക് വേദനിക്കുമ്പോൾ പോലും അവന്റെ സാന്നിധ്യം അവിടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇനി വെറുതെ കൂടെ നടക്കം മാത്രമല്ല ദൈവം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പോരാട്ടങ്ങളിലും ഒരു യോദ്ധാവിനെപ്പോലെ ദൈവം നിങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. നിങ്ങളുടെ യുദ്ധം അത് അവന്റേതായിട്ട് ഏറ്റെടുക്കുന്നു. പുറപ്പാട് 14:14 ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യഹോവ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ മതി. ഇതിന്റെ അർത്ഥം നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്നല്ല കേട്ടോ, മറിച്ച് നമ്മുടെ പങ്ക് എന്നത് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അവന്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ശാന്തരായിരിക്കുക എന്നതാണ്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ സന്ദേശത്തിന്റെ ഹൃദയം എന്താണ്? വളരെ ലളിതമാണ്. 1, അവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോൾ 2, അവൻ നിങ്ങൾക്ക് മുന്നേ നടക്കും. 3, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. അവൻ നിങ്ങളെ താങ്ങുന്നത് എങ്ങനെയൊക്കെയാണെന്നറിയാമോ? നിങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ അവൻ നിങ്ങളുടെ ബലമായി മാറും. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ അവൻ നിങ്ങളുടെ ആശ്വാസമാകും. ഇനി അഥവാ നിങ്ങൾ വീണുപോയാലോ, അവന്റെ നീതിയുള്ള വലങ്കൈ നിങ്ങളെ താങ്ങി നിർത്തും. യെശയ്യാ 43:2 ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. എന്ത് ശക്തമായ വാക്കുകളാണല്ലേ! ജീവിതത്തിലെ വലിയ വെള്ളപ്പൊക്കങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുമ്പോഴും, അല്ലെങ്കിൽ കത്തുന്ന തീച്ചൂള പോലെയുള്ള അനുഭവങ്ങളിലൂടെ നടക്കുമ്പോഴും അവൻ കൂടെയുണ്ടാകുമെന്നും ഒരു പോരൽ പോലും ഏൽക്കാതെ അവൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നും ഉറപ്പു നൽകുന്നു. ഇത് ദൈവത്തിന്റെ സമ്പൂർണമായ സംരക്ഷണത്തിന്റെ ആഴമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതെ, ശരിക്കും പറഞ്ഞാല് ദൈവീക സാന്നിധ്യമെന്നത് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു സംരക്ഷണമാണ്. ഒരു കോട്ട പോലെ. മനുഷ്യരുടെ സ്നേഹമോ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ പോലെയല്ല. അവയൊക്കെ മാറിമറിയാം. പക്ഷെ ഇത് ശാശ്വതമാണ്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. മനുഷ്യർ മാറും, നമ്മുടെ സാഹചര്യങ്ങൾ മാറും, പക്ഷെ ദൈവം ഒരിക്കലും മാറാത്തവനാണ്. മലാഖി 3:6 പറയുന്നതുപോലെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്.
അതുകൊണ്ട് തന്നെ അവന്റെ വാഗ്ദാനങ്ങൾക്കും ഒരു മാറ്റവുമില്ല, അതെപ്പോഴും സ്ഥിരമാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴിയും കാണാൻ കഴിയാത്തപ്പോഴും ആ ഇരുട്ടിലും അവൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി ഒരുപക്ഷെ നിങ്ങൾക്ക് അവ്യക്തമായി തോന്നാം, പക്ഷേ അവൻ അവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ലെന്ന് തോന്നുമ്പോൾ ആ വലിയ നിശബ്ദതയിലും അവൻ നിങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ അവന്റെ കരുത്തുള്ള കരങ്ങൾ നിങ്ങളെ താങ്ങി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് മറ്റെല്ലാ ചിന്തകൾക്കും സംശയങ്ങൾക്കും മുകളിലായി ഈ ഒരു വാക്ക്, ഈ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കുറിച്ചിടുക: എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ഒരൊറ്റ ഉറപ്പു മതി നിങ്ങളുടെ എല്ലാ ഭയത്തെയും അകറ്റി നിർത്താൻ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണോ കടന്നുപോകുന്നത്, ഓർക്കുക, അവൻ നിങ്ങളുടെ സങ്കേതമാണ്, അവൻ നിങ്ങളുടെ ബലമാണ്, അവൻ നിങ്ങളുടെ രക്ഷകനാണ്. അവന്റെ ആ വലങ്കൈ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല.